സ്റ്റാർട്ട് ചെയ്യാല്ലേ? റെക്കോർഡ്. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് നമ്മിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയറിലും നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും വളരെ നല്ല രീതിയിൽ പകർന്നു കൊടുക്കാനും നമ്മുടെ ലൈഫ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാനും നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഇന്നും വീണ്ടും മറ്റൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മണി മാനേജ്മെന്റ് ഇൻ ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ളതാണ്. അതായത് മണി മാനേജ്മെന്റ് എന്നുള്ളത് ജീവിതത്തിൽ പണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും അത് ഉണ്ടായത് കൊണ്ടും അതില്ലാത്തത് കൊണ്ടും ബുദ്ധിമുട്ടാറുണ്ട്. അതുപോലെ പലപ്പോഴും പണം എന്നുള്ളത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാത്രം ഫാക്ടർ ആയിട്ടും കാണാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം, പലർക്കും മണി ക്യാഷ് ഉണ്ടെങ്കിലും അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, സേവിങ്സ് ഇല്ലാത്ത അവസ്ഥ, എങ്ങനെ ചെലവാക്കണം, ഏതൊക്കെ രീതിയിൽ ഡീൽ ചെയ്യണം എന്നറിയാത്ത ഒരുപാട് പേര്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക് സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ഇതൊരു സൈക്കോളജി റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം മണി മാനേജ്മെന്റ് എന്നുള്ളത് നമുക്ക് സാർ ഇന്ന് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും. നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സിനാൻ ഷാഹിദി ഫൈസി സാറാണ്. സാർ ഒരു ഇസ്ലാമിക് സ്കോളർ ആണ്, കൗൺസിലർ ആണ്, NLP പ്രാക്ടീഷണർ ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. കാരണം വിൻബിൾ അക്കാദമിയിൽ തന്നെ ഇസ്ലാമിക് സൈക്കോളജിയുടെ ഒരു ഗ്രൂപ്പ് സാർ ലീഡ് ചെയ്ത് വരുന്നുണ്ട്. അതിലൂടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും ഇസ്ലാമിക് സൈക്കോളജി റിലേറ്റ് ചെയ്ത് ഒരുപാട് നോളജുകൾ, നമ്മുടെ ലൈഫ് ചേഞ്ചിങ്ങിന് ആവശ്യമായ ഒരുപാട് നോളജുകളാണ് സാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉള്ളതായിട്ടും നമ്മൾ ഫീഡ്ബാക്സിലൊക്കെ അറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു അവസരം തന്ന് നമ്മെ ഈ ഒരു രീതിയിലേക്ക് നയിക്കുന്നതിൽ സാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ മനോഹരമായ സെഷന് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാവരെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സാറിന്റെ ഇസ്ലാമിക് സൈക്കോളജിയുടെ 3rd ബാച്ച് നമ്മൾ December 29th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1-2 ബാച്ചുകൾ അറ്റൻഡ് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അറിവിലുള്ളവരിലേക്കും കൂടി നമ്മുടെ ഇസ്ലാമിക് സൈക്കോളജിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഫ്രീ സെഷൻ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് മെമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷന് നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാം. ഏറെ സന്തോഷത്തോടെ നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സിനാൻ സാറെ വെൽക്കം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. അയോൾ എല്ലാവർക്കും സുഖല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് മണി മാനേജ്മെന്റ്, പണം എങ്ങനെ കൈകാര്യം ചെയ്യാം. അതിന് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി നൽകുന്ന നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ പണത്തെ ഇസ്ലാമിക് സൈക്കോളജി എങ്ങനെ നോക്കിക്കാണുന്നു, ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയേറെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇസ്ലാം പണത്തെ കാണുന്നത് ഒരു ടൂളായിട്ട്, ഒരു ഉപകരണമായിട്ടാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും വരുമാനമുണ്ട്, പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. പലർക്കും ലോണുകളുണ്ട്, കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പണത്തെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാതെ പലരും പ്രയാസപ്പെടുന്നുണ്ട്. പണം എന്നുള്ളത് പലർക്കും ഒരു ബാലികേറ മലയായി അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസമായി ഒക്കെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തോട് അല്ലെങ്കിൽ വിശ്വാസി എന്നുള്ള നിലക്ക് ഇസ്ലാമിക രീതികളും ഇസ്ലാമിക കോൺസെപ്റ്റുകളും ഇസ്ലാമിക ആശയങ്ങളും പിന്തുടരുന്ന നമ്മൾ ഇസ്ലാം എങ്ങനെ പണത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു വിശ്വാസിയോട് നിർദ്ദേശിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ഈ ഒരു ഇസ്ലാമിക രീതികളിൽ നമ്മൾ നമ്മുടെ
മണി മാനേജ്മെന്റ്, പണം കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ, ഇസ്ലാം പറയുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ മണി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ എന്താ പറയുക, മാനസിക പ്രയാസങ്ങളും സ്ട്രെസ്സുകളും കുറയ്ക്കാനും കൂടുതലായിട്ട് ഫ്രീ ആയിട്ട് പണത്തെ പേടിക്കാതെ ജീവിക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇന്ന് പലരും പണത്തെ പേടിച്ചുകൊണ്ട് എന്താ പറയുക, ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി ആയിക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്ത് ചോദിച്ചാലും നാളെ എന്താകും, നാളെ പൈസ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഇല്ല, സേവിങ്സ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ പല പരാതികളാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ പല പരാതികളും പലർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് പലരും നല്ല വരുമാനം ഉണ്ടായിട്ടും മനസമാധാനം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ പണത്തെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത്, മനസമാധാനമാണല്ലോ പ്രധാനം, എങ്ങനെ ഓക്കെ ആക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. കടം, അതേപോലെ തന്നെ ആങ്സൈറ്റി, അതേപോലെ തന്നെ മത്സരം. ഇന്ന് സമൂഹം കാണുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരു മത്സരാടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആരൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നത് പോലെ, ആരൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ ജീവിതം. അങ്ങനെ ആ ഒരു മത്സരാടിസ്ഥാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, അതേപോലെ തന്നെ ആൾക്കാരെ കാണിക്കാൻ ഒരു എന്താ പറയുക, ഷോയ്ക്ക് വേണ്ടി നമ്മൾ പണത്തെ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ പണം സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ കാര്യമായി നഷ്ടപ്പെടുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ്. നശിച്ചു പോകുന്നത് നമ്മുടെ മാനസികാരോഗ്യമാണ്. ഇസ്ലാം പണത്തെ, ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതും അതേപോലെ തന്നെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതും മായ നമ്മുടെ സ്വഭാവത്തെയും ഹൃദയത്തെയും നിയന്ത്രിക്കുന്ന ഒരു ടൂളായിട്ട്, ഒരു ശക്തിയായിട്ടാണ് ഇസ്ലാം പണത്തെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം മനുഷ്യനെ ദൈവനിഷേധത്തിലേക്ക് നയിക്കും. അപ്പം പണം എന്നുള്ളത് നമ്മുടെ മനസ്സിനും നമ്മുടെ വിശ്വാസത്തിനും അത്യാവശ്യമാണ്. അതില്ലാതായാൽ നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം തകരുകയും നമ്മൾ ദൈവനിഷേധം പോലുള്ള തെറ്റുകളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ജീവിത സ്റ്റൈലിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിപ്പോകും. അതേപോലെ തന്നെ പണം അധികരിച്ചു കഴിഞ്ഞാൽ അഹങ്കാരത്തിലേക്കും, അവിടെയും ദൈവനിഷേധം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പണത്തെ മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇസ്ലാമിക ആശയം തന്നെ. അപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വത്തും സമ്പത്തും ഒരു പരീക്ഷണമാണ്. സത്യമാണത്. അതായത് നമ്മുടെ മുന്നിൽ നമുക്ക് അള്ളാഹു തന്ന ഈ ഒരു രണ്ട് പരീക്ഷണങ്ങളാണ്, രണ്ട് ടെസ്റ്റ് ഡോസുകളാണ് നമ്മുടെ സന്താനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തും. എങ്ങനെ കൃത്യമായി പണം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നാളെ അള്ളാഹുവിന്റെ അടുത്ത് മറുപടി പറയേണ്ടതുണ്ട്. നമ്മൾ കണക്ക് അവതരിപ്പിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ എന്താണ് പണം എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലോകം അവസാനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ലോകത്തിന്റെ അവസാന സമയമാകുമ്പോൾ എൻ്റെ സമൂഹത്തെ, എൻ്റെ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന രണ്ട് വസ്തുക്കളുണ്ട്. ഒന്ന് അധികാരവും മറ്റൊന്ന് സമ്പത്തുമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, പലരും ജീവിക്കുന്നത് സമ്പാദിക്കാനാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നു. എന്തൊരു കോമഡിയാണല്ലേ ആ ഒരു തിയറി തന്നെ. മറ്റു ചിലർ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടി ജീവിക്കുന്നു. നമ്മൾ മരിച്ചു പോയാൽ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ലല്ലോ, ആ ഒരു ചിന്ത ആർക്കില്ല. അല്ലെങ്കിൽ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മളെ മരണസമയത്ത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്കും നമ്മൾ അറിയാതെ മാറിപ്പോവുകയാണ്. അപ്പോൾ ആ ഒരു പണത്തെ സ്പിരിച്വലായിട്ട് പണത്തിന്റെ യൂസിങ്ങിനെ സ്പിരിച്വലായിട്ട് സമീപിക്കുകയാണ് ഇസ്ലാമിക് സൈക്കോളജി ഇവിടെ ചെയ്യുന്നത്. ആത്മീയമായിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇന്ന് പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഒരുപാട് ശമ്പളമുണ്ട് പക്ഷെ തികയുന്നില്ല. എന്നാലോ തുച്ഛമായ ശമ്പളം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യന്മാരുമുണ്ട്. അപ്പം ഇസ്ലാം സമ്പത്തിൽ കാണുന്നൊരു കാര്യം എന്നുള്ളത് ബർക്കത്ത് എന്നുള്ളതാണ്. ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല, നമ്മുടെ കയ്യിലുള്ള മണി നമുക്ക് ഫലപ്രദമാവുക, ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പലരുടെയും പ്രശ്നം അതാണ്, ഒരുപാട് പണമുണ്ട് പക്ഷെ ഒന്നിനും തികയുന്നില്ല, ഭയങ്കര പരാതിയാണ് അവർ. എന്നാൽ ചില മനുഷ്യർക്കോ ഉള്ളത് കൊണ്ട് അവർ വളരെയധികം ഹാപ്പിയാണ്, അവരുടെ കയ്യിൽ ബാക്കിയാണ്, പണം ബാലൻസ് ആണ്. ഇപ്പൊ പണത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത്, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് പണം.
നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പണമാവരുത്. ഇപ്പോൾ രാവിലെ ഏഹ്, ജോലിക്ക് പോകുന്ന ഒരു എംപ്ലോയിയോട് അല്ലെങ്കിൽ ബിസിനസ് പോകുന്ന ഒരാളോട് ചോദിച്ചാൽ എന്തിനാ പോകുന്നത്? ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതല്ല നമ്മുടെ ഉത്തരം വേണ്ടത്. എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ചെലവ് ഞാൻ കണ്ടെത്തുന്നു, അതിനു വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നു, അതിനു വേണ്ടി ഞാൻ സമ്പാദിക്കുന്നു, അതിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു. അതാവണം. അല്ലാതെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഒരിക്കലും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് മനുഷ്യനെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പണം നമ്മുടെ നന്മയിലേക്കും ഉപകാരങ്ങൾ ചെയ്യാനുമുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ഉപയോഗിക്കണം. അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് അതെടുത്ത് അതിൽ നിന്നും ധാരാളമായി ധൂർത്തടിക്കുന്ന ഒരു രീതിയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനു വേണ്ടി ചെലവഴിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണം നമ്മുടെ ഒരു ആയുധം പോലെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അടുക്കളയിലെ കിച്ചണിലെ ഒരു കത്തി പോലെയാണ് നമ്മുടെ കയ്യിലുള്ള പണം. അത് കുറച്ച് ആൾക്കാർ ആ കത്തി ഉപയോഗിച്ച് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ, ഉപകാരപ്രദമായി ആ ടൂളിനെ, ആ ഒരു കത്തി എന്ന ആ ഒരു വസ്തുവിനെ ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലർ അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കുകയും അക്രമങ്ങൾ സൃഷ്ടിക്കുകയും പരിക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പണം. ചിലർ പണം എന്നതുകൊണ്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. മറ്റുള്ളവർ പണം ഉപയോഗിച്ചുകൊണ്ട് സമാധാനം നശിപ്പിക്കുകയും വളരെ എന്താ പറയുക, മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു. അപ്പം ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു ഉപകരണമാണ് പണം എന്നുള്ളത്. അതിനെ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രിക്കാനും ഉപയോഗിക്കാനും നമ്മൾ പഠിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന സമ്പത്തിന്റെയും സ്വത്തിന്റെയും ഒക്കെ ഉടമ എന്നുള്ളത് അള്ളാഹുവാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു 10 സെന്റ് ഭൂമിയുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ അത് നമ്മുടെ പേരിൽ കിട്ടിയതാണോ? അല്ല. നമ്മൾ മരിക്കുമ്പോൾ അത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. അത് അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ സ്ഥലം ഇങ്ങനെ ആളുകൾ മാറുന്നതിനനുസരിച്ച് അത് കൈമാറ്റം ചെയ്തു പോകുന്നു. കുറച്ചു കാലം അത് ഉപയോഗിക്കാനും അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ കയ്യിലുള്ള എത്ര ലക്ഷം രൂപയാണെങ്കിലും ആയിരങ്ങളാണെങ്കിലും പതിനായിരങ്ങളാണെങ്കിലും അത് നമ്മുടേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്. ആ ഒരു ബോധ്യത്തിലേക്കാണ് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു വിശ്വാസി എത്തേണ്ടത്. എന്നാൽ തന്നെ പകുതി നമുക്ക് മനസ്സമാധാനം കിട്ടും. അപ്പം പണത്തിന്റെ യഥാർത്ഥമായ അവകാശി, സമ്പത്തിന്റെ യഥാർത്ഥമായ അവകാശി എന്നുള്ളത് അത് അള്ളാഹുവാണ്, നമ്മളല്ല. നമ്മൾ അത് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചു കാലം അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം മാത്രം, ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ നമുക്കുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു യൂണിയനിലെ ഒരു ഫണ്ട്, നമ്മുടെ ഒരു യൂണിയനിലെ ഒരു ഫണ്ട്, ആ യൂണിയന്റെ കാലാവധി, അതായത് ആ യൂണിയനിൽ നമ്മൾ ചെയർമാൻ ആയിരിക്കുന്ന ആ ഒരു 5 വർഷം മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ, അത് കൈകാര്യം ചെയ്യാനുള്ള അവസരമുള്ളൂ. അത് കഴിഞ്ഞാൽ അത് അടുത്ത ആൾക്ക് കൈമാറണം. ആ ഫണ്ട് ഒരിക്കലും നമ്മുടേതല്ല. ആരുടേതാണ്? യൂണിയന്റേതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള പണം നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 60 വർഷം അല്ലെങ്കിൽ ഒരു 70 വർഷം ആ ഒരു സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മളെ ഉത്തരവാദിത്വത്തിലുള്ള സമ്പത്ത്, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. യഥാർത്ഥമായ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്ത് സാധനമാണോ ഏൽപ്പിച്ചത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ആ ഒരു സമ്പത്ത് വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ഉപയോഗിക്കുകയാണ് യഥാർത്ഥമായി ഒരു വിശ്വാസി, ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പം പണത്തെ ഇസ്ലാം നോക്കിക്കാണുന്ന രീതിയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്തത്. പണം എന്നുള്ളത് ഒരിക്കലും ഒരു ജീവിത ലക്ഷ്യമായി കാണരുത്. അത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് കാണണം. അതേപോലെ തന്നെ പണത്തിന്റെ അവകാശി ഒരിക്കലും നമ്മളല്ല, സമ്പത്തിന്റെ അവകാശി ഒരിക്കലും നമ്മളല്ല. നമ്മൾ വെറും അതിന്റെ ഒരു ഉത്തരവാദിത്തം, താൽക്കാലികമായി അത് നോക്കി നടത്തുന്ന ഒരു പകരക്കാരൻ മാത്രമാണ്, ഉത്തരവാദിത്തമുള്ള ഒരാൾ മാത്രമാണ്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി അള്ളാഹു അല്ലെങ്കിൽ അത് സൃഷ്ടിച്ച ആരാണോ അവൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്ത, പണത്തോടുള്ള നമ്മളൊരു കോൺസെപ്റ്റ് തന്നെ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. മനസ്സിലായോ? അള്ളാഹു പറയുന്നുണ്ട്, ആകാശഭൂമികളുടെ എല്ലാത്തിനും ഉത്തരവാദി അല്ലെ, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. ഈ ആകാശഭൂമികൾക്കിടയിലുള്ളത് തന്നെയാണ് നമ്മുടെ സമ്പത്തും. ഓക്കെ. ഇനി സമ്പാദനം. നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ.
ഒന്നാമതായി ഇസ്ലാം പറയുന്നത് ഹലാലായ മാർഗത്തിലായിരിക്കണം നമ്മുടെ സമ്പാദ്യം. നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഹലാലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവനെ പറ്റിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ, അതേപോലെ തന്നെ നജസായ വസ്തുക്കൾ വിറ്റുകൊണ്ടോ, അതായത് ഇതിന് മദ്യം അതേപോലുള്ള വസ്തുക്കൾ വിറ്റുകൊണ്ടോ, അതേപോലെ തന്നെ ഹറാമായ രൂപത്തിൽ പലിശ ഇടപാടുകളിലൂടെയുള്ള സമ്പാദ്യം, അതേപോലെ തന്നെ ആൾക്കാരെ ചീറ്റ് ചെയ്തുകൊണ്ടുള്ള സമ്പാദ്യം, ഈ ഒരു മൂന്ന് രൂപത്തിലാണ് ഹലാലല്ലാത്ത ഹറാമായ സമ്പാദ്യം നമ്മുടെ ഭക്ഷണത്തിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വരിക. ഹറാമായ സമ്പാദ്യം നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആരാധനകളിൽ പോലും നമുക്ക് വേണ്ടത്ര മനസാന്നിധ്യം കിട്ടില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ഒരു പണം ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് ഹറാമായതെന്ന് പറയൂ. ഇൻട്രസ്റ്റ് ഹറാമായത് എന്ന് വെച്ചാല് അത് അവിടെ എന്താണ് പറയുക, നമ്മൾ സമ്പാദിച്ച പണത്തിന്റെ ഇരട്ടിയിലധികം നമ്മൾ ഇൻട്രസ്റ്റ് ആയി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്, മറ്റുള്ളവന്റെ ഒരു സമ്പത്തിനെ നമ്മൾ എന്താ പറയുക, അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വാങ്ങിയെടുക്കുകയാണ്. അവന്റെ തൃപ്തിയോട് കൂടി ഒരിക്കലും നമുക്ക് ആ പൈസ തരില്ലല്ലോ. ഉദാഹരണത്തിന് നമ്മൾ ഒരു 1000 രൂപ തന്നു കഴിഞ്ഞാൽ 2000 ആയിട്ട് അത് തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ തരുന്ന 1000 അവന്റെ തൃപ്തിയോട് കൂടിയല്ല തരുന്നത്. തൃപ്തിയോട് കൂടി അല്ലാത്ത പണം ഒരിക്കലും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയോ അതേപോലെ തന്നെ അങ്ങനെ നമ്മുടെ സമ്പത്തിനെയോ. ആൾക്കാരോട് വാങ്ങുന്നില്ല. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലൊക്കെ പറയുന്നില്ലേ, നമ്മള് ഇത്ര 5 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാല് ഇത്ര പൈസ കിട്ടും, പെർസെന്റേജ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ കാണുന്നേ. അപ്പൊ അതൊക്കെ തെറ്റ് തന്നെയാ? അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇത്ര പെർസെന്റേജ് നമുക്ക് ലാഭം കിട്ടും എന്ന് പറയുന്നത്, അതൊക്കെ പലിശ തന്നെയല്ലേ വരിക? അതായത് നമ്മളിപ്പോ അതൊരു ബിസിനസ് മെത്തേഡ് അല്ല അത്. അതില് പ്രോഫിറ്റ് അല്ലെ അല്ലാണ്ട്, പ്രോഫിറ്റ് നമുക്ക് ഹലാലാണ്, ഓക്കെ. പക്ഷെ ഇൻഷുറൻസ് ആണോ അതോ ബിസിനസ് ആണോ? ഇത് മ്യൂച്വൽ ഫണ്ട് മറ്റേ ഇതിലൊക്കെ ആ, ഉണ്ടല്ലോ, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ അതെ. മാർക്കറ്റിലെല്ലാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത്. അതായത് നമ്മളൊരു പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യം ഉണ്ടാകണം. നമ്മൾ ഉപയോഗിക്കുന്ന പണം എന്ത് കാര്യത്തിന് എന്ത് കച്ചവടം ചെയ്യാനാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. മ്യൂച്വൽ ഫണ്ടിൽ കമ്പനിയുടെ ഒരിക്കലും അത് അവര് ഡീറ്റെയിൽസ്, അതെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഇപ്പം ബാറ്, ബാങ്ക്, അതൊന്നും അതെ അല്ലാത്ത നിലക്ക് നമ്മൾ നിക്ഷേപിക്കാം. അതെ അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എന്താണ്, ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് തെറ്റ് തന്നെയായിരിക്കും, കാരണം അവര് അതെ പലിശയായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അതെ അതേപോലെ തന്നെ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിന്റെ എഗ്രിമെന്റ് വായിക്കുമ്പോൾ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ എത്ര ശതമാനം നഷ്ടം നമുക്കുണ്ടാകും, ലാഭം ഉണ്ടാകുകയാണെങ്കിൽ എത്ര ശതമാനം ലാഭം നമുക്ക് തരും, ആ രൂപത്തിലായിരിക്കണം നമ്മുടെ എഗ്രിമെന്റ് വേണ്ടത്. അങ്ങനെയല്ല, അവര് ഇത്ര പെർസെന്റേജ്, ഇപ്പൊ 15% ലാഭം അങ്ങനെയല്ലേ പറയുന്നത്, നഷ്ടം പറയുന്നില്ലല്ലോ. അതെ. അപ്പൊ നഷ്ടം, അതായത് ഒരിക്കലും ഒരു കമ്പനി നഷ്ടത്തിലാവൂലേ? അറിയില്ല, ആ അവരങ്ങനെയാ അപ്പൊ പറയുന്നത് 5 അപ്പൊ വർഷത്തിന്. അവിടെ അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ആഗ്രഹം, നമ്മുടെ മോഹം, നമ്മുടെ ഇഷ്ടത്തെയൊക്കെ അവിടെ ദുരുപയോഗം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അതായത് പറഞ്ഞാല് നമ്മളൊരു അതായത് നമുക്ക് പൈസ ഒരുപാട് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആഗ്രഹത്തെ അവരൊരു ദുരുപയോഗം ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പറയണല്ലോ, നിങ്ങൾ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, നഷ്ടമുണ്ടായാൽ ഈ ഒരു ശതമാനം നിങ്ങളെ സമ്പത്തിൽ നിന്ന് കുറയും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കുറയും, ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും. അതാണല്ലോ ഒരു ബിസിനസിന്റെ യഥാർത്ഥമായ രീതി. അത് അവിടെ അപ്പൊ പ്രോഫിറ്റ് എന്തോ രീതിയിലല്ലേ. അല്ല അപ്പൊ അവിടെ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിൽ ഇത്ര 15% ഇൻട്രസ്റ്റ് തരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് ഇൻട്രസ്റ്റ് 15% ഫിക്സ്ഡ് ആയി. പ്രോഫിറ്റ് തരുന്നത് ഇൻട്രസ്റ്റ് തരുന്നത് വ്യത്യാസമുണ്ട്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല. ഈ ഡിബെഞ്ചർ എന്നെല്ലാം പറയുന്നത് ഇവരെ ഷെയർ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാ വരുന്നത്, അതെ. പ്രോഫിറ്റ് എന്ന് കാണിക്കുന്നില്ല. ഉം. അപ്പൊ പ്രോഫിറ്റ് വേറെയാണ്, അതേപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ഈ ഓക്കെ ഹലാലാണ്, കാരണം അത് ലാഭവും നഷ്ടവും രണ്ടും വരുന്നുണ്ട്. ഇത് അതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ 5-10 വർഷം ഇടുകയാണെങ്കിൽ 25%, അങ്ങനെ ഫിക്സ്ഡ് ആ പറയുന്നേ. അപ്പൊ പിന്നെ ആ ഇൻട്രസ്റ്റില് തന്നെയല്ലേ അതൊരിക്കലും വരുന്നത്. ഫിക്സ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഫിക്സ് നമ്മൾ അതിൽ ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? ഫിക്സ് ചെയ്യുക അത് എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിന്റെ എന്താ പറയാ, അതിനിപ്പോ കൃത്യമായിട്ടുള്ള പഠനങ്ങളും അതിന്റെ കോഴ്സുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതിനെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ആ, ആ. അത് ഓരോന്നും ഓരോ അതിപ്പോ കമ്പനികളും ഓരോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പലതും, ഇപ്പൊ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത തന്നെ ഇസ്ലാമിക് അങ്ങനത്തത് നമുക്ക് കിട്ടുന്നില്ലല്ലോ.
മറ്റുള്ളത് ഇപ്പൊ അതെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് ആണ് പവർ അത് ഇത്. അപ്പൊ നമുക്കൊരു ബേസിക് മദ്രസ പഠിച്ച കുട്ടികളാണെങ്കിൽ അറിയാം റബ്ബ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നലെ ഒരു ഉസ്താദിന്റെ കണ്ടിട്ടുണ്ടായിന്, റഹ്മാൻ എന്നുള്ള ഇതിലും റഹീം എന്നുള്ള ഇതിലും നിങ്ങൾക്ക് റബ്ബിനോട് തേടാം, റഹീം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലത് എന്നൊക്കെ. അപ്പൊ ഇവര് ഉം. യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ വേറൊരു പവറിനെ കുറിച്ചിട്ടാണ് പലതും കാണുന്നത് യൂട്യൂബിൽ. ഓക്കെ. അതായത് സമ്പത്ത് എന്നുള്ളത്, അതായത് നമ്മൾ ഇവിടെയൊക്കെ പ്രശ്നം നമ്മൾ മ്യൂച്വൽ ഫണ്ട്, അതായത് എന്ത് സ്റ്റോക്ക് മാർക്കറ്റ്, എന്ത് കാര്യത്തിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പണം ഇരട്ടിപ്പിക്കാനാണ്. അപ്പൊ പണം ഇരട്ടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ നിയ്യത്ത് എന്താണ്? പണം ഇരട്ടിപ്പിക്കുന്നതിനെ കൊണ്ടുള്ള നിയ്യത്ത് എന്താണ്? വെറുതെ പൈസ എന്ന് ചോദിച്ചു. ഉണ്ടാക്കാം. അതെ, അങ്ങനെ അങ്ങനെ പൈസ ഉണ്ടാക്കാനാണ് നമ്മുടെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഉം. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അത് കൃത്യമായി ഹലാലായി എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ ഹലാലായിട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത് ഗോൾഡിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകൾ തന്നെ ഹലാലായ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അങ്ങനത്തത് കണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പണം ഇരട്ടിപ്പിക്കുക എന്നുള്ളതാവരുത്. നമ്മുടെ ലക്ഷ്യം പണം കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ, ഉദാഹരണത്തിന് എന്റെ അതായത് ഇസ്ലാമിക് സാമ്പത്തിക ശാസ്ത്രം ഡിസ്കസ് ചെയ്യുന്നവരൊക്കെ പറഞ്ഞൊരു എന്താ വെച്ചാൽ, നമ്മൾ പണം സേവ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഇരട്ടിപ്പിക്കുകയും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പണം എന്താ പറയുക അധികരിപ്പിക്കേണ്ടത് നമ്മുടെ ഒരൊറ്റ നിയത്തായിരിക്കണം. എന്ത്? എനിക്ക് സ്വതക്ക ചെയ്യാൻ, നാടിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പണത്തെ അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നു, പണം സമ്പാദിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ഞാൻ കച്ചവടം ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു നിയത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. മനസ്സിലായോ? യെസ്, അപ്പോ മനസ്സിലായി. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാനുള്ള പൈസ, പണം നമ്മൾ ഒരിക്കലും ഹറാമായ രൂപത്തിൽ ഉണ്ടാക്കില്ലല്ലോ. ഇന്ന് ഇവിടെ പഴയ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിന്. അപ്പൊ എനിക്കൊരു 100-ന് മേലെ രൂപ കിട്ടി. അപ്പൊ ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ വന്ന്, അപ്പൊ ഞാൻ 100 രൂപ അയാൾക്ക് കൊടുത്ത്. അൽഹംദുലില്ലാ. അപ്പോ നമ്മൾ ഈ ഫിനാൻഷ്യലി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിരിക്കും, പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ ഏതായത് സ്റ്റോക്ക് മാർക്കറ്റ്, അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, സോറി, മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട്, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വേറെ ചർച്ച ചെയ്യാൻ തന്നെയുണ്ട്. ഞാനൊരു ഇസ്ലാമിക് സൈക്കോളജിയാണ് ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മണി മാനേജ്മെന്റ് ആണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇസ്ലാമിക് എക്കണോമിക്സ് അത് വേറെ തന്നെ ഒരു ശാസ്ത്രമാണ്, അതിലൊരു സാമ്പത്തിക ഞാൻ വേറൊരു ശാസ്ത്രം. ഫിനാൻസിന്റെ ക്ലാസ്സിൽ ആ, ജോയിൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ അവര് ആ, കംപ്ലീറ്റ് കടപ്പത്രം, ഡിബഞ്ചർ അങ്ങനത്തെ ഒക്കെയാ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഫുൾ ഇൻട്രസ്റ്റ് ആവും. അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദിച്ചു, ഈ ഇൻട്രസ്റ്റ് അല്ലാത്ത വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നമുക്കത്? അപ്പൊ പറഞ്ഞു ഇസ്ലാമിക് സൈക്കോളജി വേറെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആ. കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനും ആ ഒരു എക്കണോമിക്സ് മേഖലയിൽ അത്രത്തോളം കടന്നു ചെന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അപ്പോ ഞാൻ പറഞ്ഞു ഹലാലായ രീതിയിലായിരിക്കണം നമ്മുടെ സമ്പാദ്യം. ഹലാലാന്ന് പറയുമ്പോൾ ഹറാമായ രീതി കാര്യമായിട്ട് വരുന്നത് ഒന്ന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മണി, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പണം, പലിശയുടെ പണം. അതേപോലെ തന്നെ എന്താണ്, നജസ്സുകൾ, മദ്യം പോലത്തെ, ബ്ലഡ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ, അതായത് നജസ്സുകൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരു പ്രശ്നം. മൂന്നാമതായി പറയുന്നത് ആൾക്കാരുടെ തൃപ്തി ഇല്ലാതെ എന്താ പറയുക വാശി പിടിച്ച് തട്ടിപ്പിലൂടെ, ഉദാഹരണം പറഞ്ഞാൽ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചൊക്കെ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമല്ലാത്തതിനേക്കാൾ കൂടുതൽ കൂലി, എന്താ പറയുക നമ്മുടെ ശമ്പളമൊക്കെ അനാവശ്യമായിട്ട് ചോദിച്ചു വാങ്ങുന്ന അതേ രൂപത്തിൽ ഒരു ആൾക്കാരെ പറ്റിക്കുന്ന രൂപത്തിൽ, അതായത് നമുക്കറിയാം ഞാൻ അയാളെ പറ്റിച്ചിട്ടാണ് പൈസ വാങ്ങുന്നത്, ആ ഒരു ചിന്താഗതിയോട് കൂടിയുള്ള പണങ്ങളൊക്കെ ഹറാമായിട്ട് വരും. അപ്പോൾ നമ്മുടെ സമ്പത്ത് ഹലാലായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ശുദ്ധമായ വരുമാനം തീർച്ചയായും നമുക്ക് മനസ്സിന് സമാധാനം തരിക മാത്രമാണ് ചെയ്യുക. നമ്മൾ ഒരാളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ വഞ്ചിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ചതിക്കപ്പെടുമോ, ഇനി എന്നെ ആരെങ്കിലും ചതിക്കപ്പെടുമോ, ഈ സമ്പത്ത് നഷ്ടപ്പെടുമോ, അങ്ങനെ പല ഭയങ്ങളും ഉണ്ടാകും. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ശുദ്ധമായ അല്ലാത്ത ഒന്നിനെയും അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ നമ്മൾ ഹലാലായിട്ട് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം.
നമ്മൾ ഹറാമായ വഴികളിലൂടെ സമ്പാദിച്ചാലുള്ള പ്രശ്നം ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. സമ്പത്തിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ ഒരു സംശയം ഉണ്ടാകും. അവരെന്നെ പറ്റിക്കുന്നുണ്ടോ, അവരെന്നെ ചതിക്കുന്നുണ്ടോ, അവരെനിക്ക് നല്ല പൈസ തന്നെയാണ് തരുന്നത്. അപ്പൊ ആ ഒരു പേടി, ആ ഒരു സംശയം നമ്മുടെ മാനസികാവസ്ഥയെ തന്നെ തകിടം മറിക്കും. ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്താനും നമുക്ക് അത് ആൻസൈറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മളെ സഹായിക്കും. ഇനി മറ്റൊരു കാര്യം പറയുന്നത് എന്താ പറയുക, ആൻസൈറ്റി എന്നുള്ളത് ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും ചിന്ത ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് നമ്മൾ വിചാരിച്ച ആ ഒരു രൂപത്തിലായിട്ടില്ലെങ്കിൽ പേടിയാണ്. നാളെ എന്താകും, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്താകും, ആ ഒരു 10 വർഷം നമ്മൾ ജീവിക്കോ എന്നുള്ളതിനെ അവിടെ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ സേവിങ്സ് ഇല്ലെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ സേവിങ്സ് ഇല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ എന്താകും, അങ്ങനത്തെ ഉള്ള ഒരു അമിതമായ ഭയം, ആവശ്യത്തിന് വേണം അനാവശ്യമായിട്ടുള്ള ഭയം, അതിലൊരു കാരണവുമില്ല. ഇവിടെ അള്ളാഹു പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പരിശ്രമം. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതായത് എന്താ പറയുക, മടിയനായിട്ട് വീട്ടിലിരിക്കരുത്, ജോലിക്ക് പോകണം, അനുവദനീയമായ രൂപത്തിലൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട്, അള്ളാഹു എന്നെ സഹായിക്കും, എനിക്ക് പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ദൈവവിശ്വാസവും അതോടുകൂടെ തന്നെ ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. നമ്മൾ ഉദാഹരണം ചിന്തിക്കുകയാണ്, 10 വർഷം കഴിഞ്ഞാൽ എന്താ, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടേണ്ടത്? ആ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി തയ്യാറായി ഇറങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ സഹായിക്കും. അപ്പം ഹലാലായ രൂപത്തിൽ പണം സമ്പാദിക്കണം, എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും നല്ല രീതിയിൽ എനിക്ക് സംരക്ഷിക്കണം. ആ ഒരു നിയത്തോടു കൂടി നമ്മൾ പണസമ്പാദനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകും. നമ്മുടെ നിയ്യത്ത് പ്രധാനമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണല്ലോ, എല്ലാ കർമ്മങ്ങളിലും നമ്മുടെ നിയ്യത്ത് പ്രധാനമാണ്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് വലിയ സമ്പത്തുള്ള വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ കാണിക്കാൻ എനിക്ക് 10 ലക്ഷം ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ അയൽവാസി വാങ്ങിയതുപോലെ തന്നെ വലിയൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അപ്പുറത്തുള്ള ആൾ ഉണ്ടാക്കിയതുപോലെ വലിയ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു നിയത്തിൽ ജോലിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ല. ഇസ്ലാം പറയുന്നത് നമ്മൾ സമ്പാദിക്കണം. അത് എന്തിനു വേണ്ടിയായിരിക്കണം? സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നന്മക്കും അവർക്കും നമുക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഉസ്താദ് അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സമ്പാദിച്ചോളൂ, പക്ഷെ നമ്മുടെ നിയ്യത്ത് പ്രധാനമാണ്. നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? സമൂഹത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം സമ്പാദിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കാൻ വേണ്ടി ഞാൻ പണം സമ്പാദിക്കുന്നു എന്ന നിയ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജോലി ചെയ്യാനും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനും പണം ഇരട്ടിപ്പിക്കാനൊക്കെ പോവേണ്ടത്. ആ രൂപത്തിൽ നമ്മൾ നിയ്യത്തോടു കൂടി നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ ഒരിക്കലും ഒരു രൂപ പോലും നമുക്ക് ദുരുപയോഗം ചെയ്യാൻ ഒരിക്കലും തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇസ്ലാമിക് സൈക്കോളജി മണി മാനേജ്മെന്റിലും പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പക്ഷികളെ കുറിച്ച് ചിന്തിച്ചു നോക്കും. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹു ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ പക്ഷികളെ കുറിച്ച് ചിന്തിച്ചു നോക്കും. അവർ രാവിലെ തന്നെ തയ്യാറായി പോകുന്നു, വെറും കൈയോടെ കൂടിയാണ് അവർ പോകുന്നത്. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം കഴിച്ചു കൊണ്ടുവരുന്നു. ഖുർആനിൽ ഒരു വാക്കുണ്ട്, അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാ മനുഷ്യന്മാരെയും എല്ലാ ജീവികളെയും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ആഹാരവും അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ആഹാരം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആങ്സൈറ്റി ലെവലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കൃത്യമായി നമ്മുടെ പരിശ്രമം നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുക. പ്യൂർ ആയിട്ടുള്ള ചിന്തയോടുകൂടി, നല്ല നിയത്തോടു കൂടി, നല്ല ചിന്തയോടുകൂടി പണം സമ്പാദിക്കുക, ജോലിക്ക് പോവുക, ബിസിനസ്സിന് പോവുക. അതേപോലെ തന്നെ പൂർണ്ണമായും അള്ളാഹുവിലുള്ള വിശ്വാസം കൈവിടാതിരിക്കുക. എന്നാൽ പിന്നെ ആങ്സൈറ്റിയുടെയോ പേടിയുടെയോ ഒരു ആവശ്യവും ഇവിടെ ഇല്ല. ഇനി ഇസ്ലാം പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇസ്ലാമിക് സൈക്കോളജി അല്ലെങ്കിൽ മണി മാനേജ്മെന്റിൽ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെലവ്. നമ്മൾ ചിലവാക്കുന്ന എങ്ങനെ ചിലവാക്കുന്നു, നമ്മുടെ പണം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആദ്യമായി പറയുന്നത്, വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പണത്തെ ചിലവഴിക്കരുത്. വികാരത്തോടു കൂടിയുള്ള പണം ചിലവഴിക്കുന്നവൻ, വികാരത്തിന് അടിമപ്പെട്ട് പണം ചിലവഴിക്കുന്നത്
ഷെയ്ത്താന്റെ സഹോദരനാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ പറഞ്ഞതും അത് തന്നെയാണ്. അപ്പൊ വികാരം ഒരിക്കലും നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തരുത്. കൃത്യമായി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ പണം ഉപയോഗിക്കേണ്ടത്, പണം ചെലവാക്കേണ്ടത്. നമ്മുടെ എക്സ്പെൻസ് ഒരിക്കലും ഇമോഷണലി ആവരുത്. അപ്പോ എന്താ പറയാ, മറ്റുള്ളവർ വാങ്ങി കൂട്ടുന്നത് കണ്ട് വാങ്ങി കൂട്ടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് 4 ഉള്ളൂ, എനിക്ക് അഞ്ചാമതായ ഒരു കൂട്ടം ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് 5 ലക്ഷമേ ബാങ്ക് ബാലൻസ് ഉള്ളൂ, 6 ലക്ഷം ആക്കണം. അങ്ങനെ ഒരു മത്സര ബുദ്ധിയോട് കൂടി ഒരിക്കലും സമ്പാദിക്കരുത്, അല്ലെങ്കിൽ പണം ഒരിക്കലും ചെലവാക്കരുത്. ഉദാഹരണം പറഞ്ഞാല്, എനിക്ക് ഒരു എന്താ പറയാ, എൻ്റെ സുഹൃത്ത് ഒരു BMW കാർ വാങ്ങി, അപ്പൊ എനിക്ക് അതിനെക്കാട്ടി മുകളിലുള്ള ഒരു ബ്രാൻഡ് കാർ വാങ്ങണം. അല്ലെങ്കിൽ എന്താ പറയാ, എൻ്റെ സഹോദരൻ എന്താ പറയാ പള്ളിക്ക് വേണ്ടി 5 ലക്ഷം കൊടുത്തു, അപ്പൊ എനിക്ക് 6 ലക്ഷം കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു മത്സരാധിഷ്ഠാനത്തിലാവരുത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിശൂന്യമായ ഒരിക്കലും നമ്മുടെ ചെലവ് ഉണ്ടാവരുത്. നമ്മുടെ ചെലവ് കൺട്രോൾ ചെയ്യേണ്ടത് ബുദ്ധി ഉപയോഗിച്ചായിരിക്കണം. പിന്നെ നമുക്ക് എന്താ പറയാ, ഭക്ഷണം വിശക്കുന്നില്ല എന്നാ പിന്നെ ഭക്ഷണം വാങ്ങി കഴിക്കാതിരിക്കുക, ഭക്ഷണത്തിന് വേണ്ടി പണം ചെലവഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മളൊരു 5 ആൾക്കാരാണുള്ളത്, എന്നാൽ പിന്നെ ആ 5 ആൾക്കാർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുക. അല്ലാതെ ഒരുപാട് പണം ഉപയോഗിച്ച് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ആ ഭക്ഷണം പിന്നെ കളയുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുക, പണം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഹറാമായ രീതിയിൽ യാത്ര പോകുന്നതിന്, ഹറാമായ വിനോദങ്ങൾക്ക് വേണ്ടി, മദ്യം, അതേപോലെ തന്നെ എന്താ പറയുക, ഇസ്ലാം അനുവദിക്കാത്ത രീതിയിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി, ആനന്ദങ്ങൾക്ക് വേണ്ടി പണം ദുരുപയോഗം ചെയ്യുക. അതേപോലെ തന്നെ ആർഭാടം കാണിക്കാൻ വേണ്ടി ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുക, ഒരുപാട് വലിയ വീട് വെക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവൻ ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്യുക, മറ്റുള്ളവരെ അനുകരിക്കുക, മറ്റുള്ളവരുമായി മത്സരം നടത്തുക, അതിനൊക്കെ വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുക. ഈ ഒരു രീതി ഇതൊക്കെ നമ്മുടെ വികാരത്തിന്റെ പുറത്ത് വരുന്ന ഒരു ചെലവാണ്. ഈ ഒരു രൂപത്തിലുള്ള ചെലവുകളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിക് സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രകൃതമൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മുടെ ചിലവ് തീർത്തും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ബുദ്ധിയെ മറികടക്കുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ ചിലവ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു പ്രധാന പ്രശ്നമാണ് ചെലവഴിക്കാൻ ഒരു പേടി, പിശുക്കും നമ്മളെ നശിപ്പിക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് എടുത്തു വെച്ച് ഇത് എവിടെ കൊണ്ടുപോയി വെക്കാനാണ്? അവസാനം ചിലരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, എത്ര കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും എന്താ പറയുക, സ്വന്തമായി നല്ലൊരു വസ്ത്രം ധരിക്കാതെ, സ്വന്തമായിട്ട് നല്ലൊരു ചെരുപ്പിടാതെ അങ്ങനെ എടുത്തു വെക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഒരാളെയും സഹായിക്കാതെ, നമുക്ക് അള്ളാഹു തന്ന സമ്പത്തിന്റെ ഒരു അവകാശി നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോ എന്താ പറയുക, ഞാൻ ചെലവാക്കിയാൽ പണം തീർന്നു പോകുക എന്നുള്ള പേടി, അതിലൊരു കാര്യമില്ലല്ലോ. ചെലവാക്കാതിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുക. നമ്മുടെ എന്താ പറയുക, ഒരു കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെയാണ് നമ്മുടെ ചിലവ് എന്നുള്ളത്. അതായത് കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരുമ്പോൾ കിണറത്തെ വെള്ളം വറ്റുന്നുണ്ടോ? ഇല്ല. വീണ്ടും ഉറവുകൾ വഴി അവിടെ വീണ്ടും വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്, ജലം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കിണറിൽ. അതേപോലെയാണ് നമ്മൾ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ ഒരു ഭാഗത്തിലൂടെ നമുക്ക് സമ്പത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആവശ്യത്തിന് നമ്മൾ ചെലവഴിക്കുമ്പോൾ അവിടെ സമ്പത്ത് കുറയുന്നില്ല, അവിടെ സമ്പത്ത് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ചെലവഴിക്കണം, പിശുക്ക് ഒരിക്കലും പാടില്ല, അമിതമായ ചിലവും ഒരിക്കലും പാടില്ല. ഇനി ഇസ്ലാമില് പണം നിയന്ത്രിക്കേണ്ട കുറച്ച് മെത്തേഡുകൾ പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് സക്കാത്ത്, നമ്മുടെ അമിതമായിട്ടുള്ള ധനശേഖരത്തെയും അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത് ശുദ്ധമാവണം എന്ന് പറഞ്ഞല്ലോ. അപ്പം പണം ശുദ്ധമാക്കാനും അമിതമായ അമിതമായി നമ്മൾ പണം സമ്പാദിച്ചാൽ അഹങ്കാരം വരും. ഈ ഒരു അഹങ്കാരത്തെയും അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെയും ശുദ്ധിയാക്കാനുള്ള മാർഗമാണ് ഒന്ന് സക്കാത്ത്. സക്കാത്ത് നിർബന്ധമായും നമ്മൾ കൊടുത്തിരിക്കണം. നമ്മുടെ സമ്പത്തിൽ സക്കാത്തിന്റെ ഒരു കണക്കുണ്ട്. ആ ഒരു കണക്കിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പണം ആ ഒരു സക്കാത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കണം. സക്കാത്തിന്റെ പൈസ നമ്മൾ കൊടുക്കണം, നിർബന്ധമാണ്. അപ്പൊ സക്കാത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ ഞാൻ തീർത്ത് പറഞ്ഞു തരാം, സമ്പത്തിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ പണം
സക്കാത്തിന് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കുന്ന രൂപത്തിലായിരിക്കണം സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്നത് ഹൃദയ ശുദ്ധീകരണമാണ്. നമ്മുടെ സമ്പത്ത് ശുദ്ധമാകുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. സ്വാർത്ഥ മനോഭാവം നമ്മളിൽ നിന്ന് എന്താ പറയാ, സ്വാർത്ഥമായ ഒരു ചിന്താഗതി, അത് എനിക്ക് എന്റേത് മാത്രം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും, ഇല്ലാതാകും എന്നുള്ളതാണ് സക്കാത്തിന്റെ ഒരു വലിയ പ്രത്യേകത. നമ്മുടെ ആ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ സഹായിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ വിഷമം മാറുമ്പോൾ അറിയാതെ നമുക്ക് അവരോടൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. അപ്പൊ അവിടെ എന്റേത് എന്നുള്ള ഒരു ചിന്ത മാറി നമ്മുടേത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം ഒഴിയുകയും ഒരു മനസമാധാനം നമുക്ക്, ഒരു സമാധാനമുള്ള മനസ്സ് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. അപ്പോൾ പാവപ്പെട്ടവനെ സഹായിക്കാൻ ഉള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വളർത്തിയെടുക്കാൻ സക്കാത്ത് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞാല്, ധാരാളം ഫലങ്ങളുള്ള, ധാരാളം, ഉദാഹരണം മാങ്ങ, ഒരു മാവ്, ധാരാളം മാങ്ങ അതിലുണ്ട്. ആ മാങ്ങ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ എന്താണ് അവിടെ മരത്തിന് സംഭവിക്കുന്നത്? ആ മരത്തിന്റെ ഭാരം കുറയുകയും ആ മരത്തിന് വീണ്ടും ഒരുപാട് ഫലങ്ങൾ ഉൽപ്പാദിക്കാൻ, ഒരുപാട് മാങ്ങ ഉണ്ടാക്കാനുള്ളൊരു ഒരു ആരോഗ്യം, ഒരു ഹെൽത്ത് കിട്ടുകയുമാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിന്റെയും സമ്പത്തിലെയും ഭാരം ഇല്ലാതാവുകയും വീണ്ടും ആരോഗ്യത്തോടു കൂടി, സമാധാനത്തോടു കൂടി വീണ്ടും ധനം സമാഹരിക്കാനും പണം സമ്പാദിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് അതുവഴി ഉണ്ടാകുകയാണ്. അപ്പം നമ്മുടെ മാനസികാരോഗ്യം റെഡി ആകുന്നു, അതേപോലെ തന്നെ പണം സമ്പാദിക്കാനുള്ള നമ്മുടെ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം വീണ്ടും ഡെവലപ്പ് ആകുന്നു, ഗ്രോ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് സക്കാത്തിന്റെ ഒരു ഒരു സൈക്കോളജി, മനഃശാസ്ത്രം, അല്ലെങ്കിൽ സക്കാത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത് ശുദ്ധമാക്കുകയും നമ്മുടെ സമ്പത്തിന്റെ ഭാരം കുറക്കുകയും അതുവഴി വീണ്ടും സമ്പാദിക്കാനുള്ള ഒരു ഉത്സാഹം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത് സദക്ക എന്നുള്ളതാണ്. പാവപ്പെട്ടവരെ സഹായിക്കണം. നമ്മൾ ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സും ഓക്കെ ആകും, നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വിഷമങ്ങളും ഇല്ലാതാവും. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വതക്ക എന്നുള്ളത്. നമ്മുടെ അപകടങ്ങളിൽ നിന്ന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ പ്രാർത്ഥന അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മറ്റുള്ളവരുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് നല്ലത് വരണേ എന്നുള്ള ഒരു ആഗ്രഹം, ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പലരും പലരുടെയും ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് പലരും സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ ഒരു ഇടം നേടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അവന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എപ്പോഴും മറ്റുള്ള ഒരാളുടെ ഓർമ്മകളിൽ, മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കുക. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് സ്വതക്ക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തുകൊണ്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരാളെ സഹായിക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥനകളിൽ, അവരുടെ ഓർമ്മകളിൽ നമ്മൾ എപ്പോഴും നിറഞ്ഞു നിൽക്കും. അതുവഴി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും സാമ്പത്തികമായി മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോഴൊക്കെ ഒരു സുരക്ഷ, ഒരു കെയർ നമ്മൾ പോലും അറിയാതെ നമുക്കുണ്ടാകും. നിങ്ങൾക്ക് തന്നെ പല ജീവിതത്തിൽ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. സ്വതക്കകൾ ചെയ്യുമ്പോൾ മനസ്സമാധാനം കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ ആദ്യമൊന്നും അങ്ങനെയല്ല, സമ്പത്ത് കാര്യമായിട്ടില്ലായിരുന്നു. അതായത് ഒരു വരുമാനം വന്നു തുടങ്ങി അന്ന് മുതൽ കൃത്യമായിട്ട് ഞാനൊരു പണം സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. ഞാൻ സത്യം പറയാം, അതിനുശേഷം എൻ്റെ ലൈഫിൽ ഒരു അനാവശ്യ ചെലവ് അല്ലെങ്കിൽ ഒരു എമർജൻസി ചെലവ്, അതേപോലെ തന്നെ അമിതമായ കടം, ഇതൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കൃത്യമായിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ, അതായത് സമൂഹത്തിൽ ആവശ്യമുള്ള സാഹചര്യം, സന്ദർഭം നോക്കിയിട്ട് എൻ്റെ സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു പണം ഞാൻ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. അത് ചെയ്യാൻ തുടങ്ങിയ മുതൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതുവരെ എനിക്ക് സാമ്പത്തികമായൊരു പ്രയാസം, ഒരു കടമോ അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ചെലവോ ആശുപത്രി ചെലവുകളോ അല്ലെങ്കിൽ ഒരു കടങ്ങളോ ഒന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ കടങ്ങൾ, ആയിരങ്ങളോ പതിനായിരങ്ങളോ കടങ്ങളാവുന്നത് പോലെ അല്ലല്ലോ ലക്ഷങ്ങളും കോടികളും കടങ്ങളാവുന്നത്. അതേപോലെ തന്നെ ഒരു സാമ്പത്തിക തട്ടിപ്പിനൊന്നും ഇരയാവേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല.
അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് സ്വതക്കയിൽ നിന്നുള്ള ഒരു ബർക്കത്ത് തന്നെയാണ്. കാരണം അവരുടെ പ്രാർത്ഥന, നമ്മൾ സഹായിക്കുന്നവരുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അതേപോലെ തന്നെ എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു, ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ഒരു ബർക്കത്ത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഉണ്ടാക്കുന്ന പൈസ തികയുന്നില്ല. അങ്ങനത്തെ ഒരു പരാതിയുമായിട്ട് ഒരു ക്ലയന്റ്, എന്റെ സുഹൃത്ത് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ സമ്പാദിക്കുന്നതിൽ നിന്ന് ഒരു ഒരു സംഖ്യ നിന്റെ രക്ഷിതാക്കൾക്ക് ഒരു ഹദിയായിട്ട്, ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നിനക്ക് ഇഷ്ടമുള്ള പൈസ, അതേപോലെ തന്നെ നീ എന്നും നിനക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത പൈസ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ അതൊന്ന് നീ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു അനാവശ്യമായ ചിലവുകൾ നിനക്ക് നീ പോലും അറിയാതെ കൺട്രോൾ ചെയ്യപ്പെടും. അപ്പം അവനിപ്പോ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. അവൻ പറയാണ്, എടാ എനിക്ക് എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. എന്റെ സാലറി കൂടിയിട്ടൊന്നുമില്ല, 1000 4000 5000 രൂപയൊന്നും, അത്ര എന്തോ ഒരു 1000 2000 രൂപ കൂടിയിട്ടുള്ളൂ. പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നേക്കാളും സേവിങ്സ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപാട് പൈസ എനിക്ക് സേവിങ് ആണ്. അതുകൊണ്ട് എനിക്ക് എന്റെ വീട് പണി നടത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെ എന്റെ എൻഗേജ്മെന്റ് വളരെ, ഒരു രൂപ പോലും കടമില്ലാതെ എനിക്ക് എന്റെ എൻഗേജ്മെന്റ് നടത്താൻ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു അനുഭവം എനിക്ക് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. അപ്പോൾ നമ്മുടെ സ്വതക്ക നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടേയിരിക്കുക. നമ്മുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരും പോലെയാണ്. ആ വെള്ളം കോരുന്നതിനനുസരിച്ച് അടുത്ത ഉറവ വഴി അവിടെ വീണ്ടും വീണ്ടും നല്ല ശുദ്ധമായ ജലം വീണ്ടും വീണ്ടും ഒഴുകിയെത്തും. അതേപോലെ തന്നെയാണ് നമ്മൾ സ്വതക്ക, നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത പണം ചെലവാക്കുമ്പോൾ വേറൊരു വഴിയിലൂടെ ഹലാലായ ബറക്കത്തുള്ള സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. ബറക്കത്ത് എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജി അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള സൈക്കോളജികളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു, സ്പിരിച്വൽ സൈക്കോളജി, ഇസ്ലാമിക് സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സമ്പത്തിലും ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ബറക്കത്ത് ഉണ്ടാവണം. ഈ ഒരു ബറക്കത്ത് ഉണ്ടായാൽ മാത്രമേ മനസ്സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കുക, അല്ലാത്തവർ സ്വതക്ക കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന്, എന്റെ ഉസ്താദ് പറഞ്ഞൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു 50%, അങ്ങനെ ഒരു 50% നമ്മൾ എന്താക്കി വെക്കുക, നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഒരു 30% എന്താക്കുക, നമ്മുടെ സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കുക. ഒരു 10% ഒരു അടിയന്തര ചെലവ്. 30% നമ്മുടെ സേവിങ്സ്, 50% നമ്മുടെ എക്സ്പെൻസ്, ഒരു 10% നമ്മുടെ അടിയന്തര ചെലവ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ബാക്കി വരുന്ന 10% സ്വതക്കക്ക് വേണ്ടി യൂസ് ചെയ്യാം. ആ 10% തന്നെ ആ 10% 4 കാറ്റഗറി ആയിട്ട് തിരിക്കാനാണ് പറഞ്ഞത്. 2% നമ്മൾ സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളപ്പോൾ 2%, അതായത് 20,000 രൂപ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ 10% എന്ന് പറയുന്നത് 2,000 രൂപയായിരിക്കും. ഇപ്പൊ 2,000 രൂപയിലുള്ള 2%, 200 രൂപ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കുക. അപ്പോൾ ബാക്കി 800 രൂപ ഉണ്ടാവും. പിന്നെ 200 രൂപ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ അയൽവാസികളിലും പാവപ്പെട്ടവരുണ്ടാവും, സഹായം ആവശ്യമായ മനുഷ്യന്മാരുണ്ടാവും. ആ 200 രൂപ അല്ലെങ്കിൽ ആ 20% നിങ്ങളുടെ സഹായം ആവശ്യമായ ആൾക്കാർക്ക് കൊടുക്കുക. അപ്പൊ എത്രയായി? 40%, അല്ലെങ്കിൽ ഒരു 1000 2000 രൂപ ആയി. സോറി, 200 രൂപ മാറ്റി വെച്ചാൽ, 2000 രൂപ മാറ്റി വെച്ചാൽ ഒരു 400 രൂപ പോയി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു 10%-ന് 2% നമ്മുടെ രക്ഷിതാക്കൾക്ക്, 2% നമ്മുടെ അയൽവാസികൾക്ക്, കുടുംബങ്ങൾക്ക്, പിന്നെ 2% നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരനായ പാവപ്പെട്ട മനുഷ്യർക്ക്, പിന്നെ 2% നമ്മുടെ സമൂഹത്തിൽ, അതായത് നമുക്കറിയാത്ത ഓൺലൈനായിട്ടൊക്കെ പല പിരിവുകളും, പല എന്താ പറയുക, ചാരിറ്റി സേവനങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ടല്ലോ. ചാരിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും, പല സേവനങ്ങളും, പല സഹായങ്ങളും നമ്മുടെ ഓൺലൈനായിട്ടൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വെള്ളിയാഴ്ച പള്ളികളിൽ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ 20% അതിനു വേണ്ടി മാറ്റി വെക്കുക. ബാക്കി 2% നമ്മുടെ ദീനിയായിട്ടുള്ള, ഇസ്ലാംപരമായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ട്. അതായത് പള്ളിക്കോ മദ്രസക്കോ അല്ലെങ്കിൽ യത്തീംഖാനക്കോ അതിനു വേണ്ടി കൊടുക്കുക. അപ്പം 5 രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ സ്വതക്ക യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സാലറിയുടെ ഒരു 10% രൂപ നിർബന്ധമായും സ്വതക്ക ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുമ്പോൾ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, സാലറിയിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു സാമ്പത്തിക ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു ബർക്കത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇത് ഇസ്ലാമിക സൈക്കോളജിയിൽ അല്ലെങ്കിൽ
പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ആ ഒരു ഏരിയയിൽ വളരെ ഡീപ്പായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വെച്ച ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ സമ്പത്തിന്റെ പൂർണ്ണമായ അവകാശി നമ്മളല്ല, ബാക്കിയുള്ളവർ. നമ്മുടെ പൈസയിൽ നിന്നൊരു വിഭാഗം മറ്റുള്ളവന്റെ അവകാശമാണ് എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കാൻ പറയുന്നത്. നമ്മുടെ സമ്പത്ത് സമൂഹത്തിന് ഉപയോഗപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ വരുമാനത്തിലെ, നമ്മുടെ സാലറിയിലെ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിലെ, ഇൻകത്തിലെ ഒരു 10% സ്വതക്കക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക. അതിൽ 2% നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കണം. അടുത്ത 2% നമ്മുടെ റിലേറ്റീവ്സ് ഓർ നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ കുടുംബക്കാർക്കോ നമ്മുടെ അയൽവാസികൾക്കോ വേണ്ടി മാറ്റിവെക്കണം. ബാക്കിയുള്ള 2% നമ്മുടെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ ബാക്കിയുള്ള 2% സമൂഹത്തിൽ തന്നെ സഹായം ചോദിച്ചു വരുന്നവരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. ബാക്കിയുള്ള 2% നമ്മുടെ ഇസ്ലാമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, സമ്മേളനങ്ങൾക്കോ നമ്മുടെ മതസ്ഥാപനങ്ങൾക്കോ പള്ളികൾക്കോ ഒക്കെ വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ ഈ ഒരു 5 മേഖലകളിലേക്ക് നമ്മുടെ വരുമാനത്തിന്റെ ഒരു പങ്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തരാം, എൻ്റെ സുഹൃത്തിനും എൻ്റെ ലൈഫിലും മറ്റു പലരും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല ബർക്കത്തുള്ള, വിജയമുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സമ്പത്തിലും ഒരു അനുഗ്രഹവും ബർക്കത്തും ഉണ്ടാവാൻ ഇത് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇനി നമുക്ക് അവസാനമായി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ പണം എങ്ങനെയായിരിക്കണം എന്നൊന്ന് ചർച്ച ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വെബിനാർ അവസാനിപ്പിക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വരവ്, നമ്മുടെ ഇൻകം ശുദ്ധമായിരിക്കണം, ഹലാലായ വരുമാനമായിരിക്കണം, ഹലാലായ സമ്പാദ്യമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹറാമായ രൂപത്തിൽ, പലിശയുടെ രൂപത്തിലോ ആൾക്കാരെ പറ്റിച്ചോ ആൾക്കാരെ ചീറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ പണം സമ്പാദിക്കരുത്. ഹലാലായ രൂപത്തിൽ മാത്രമേ നമ്മൾ പണം സമ്പാദിക്കാവൂ. ഹറാമായ രൂപത്തിൽ, അതായത് നജസ്സുകൾ, മദ്യം പോലത്തെ ലഹരികൾ പോലത്തത് വിറ്റിട്ട്, അതേപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള കച്ചവടങ്ങൾ നടത്തിയിട്ടൊന്നും ഒരിക്കലും നമ്മൾ പണം സമ്പാദിക്കരുത്. അനാവശ്യമായിട്ടുള്ള വരുമാനം, അതായത് പിന്നെ രണ്ടാമതായി പറയുന്ന കാര്യം, ആവശ്യങ്ങൾക്കായിരിക്കണം നമ്മുടെ ചെലവ്. നമ്മൾ ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. തൂർത്ത് ഹറാമാണ് എന്ന് പറയുന്ന മഹാപണ്ഡിതന്മാർ തന്നെയുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാളെ അള്ളാഹുവിന്റെ അടുത്ത് ഓരോ രൂപക്കും നമ്മൾ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് മുതലാണ്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് കൈകാര്യം ചെയ്യാൻ തന്ന ഒരു വസ്തു മാത്രമാണ് സമ്പത്ത് എന്നുള്ളത്. നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നാളെ അള്ളാഹുവിനോട് കണക്ക് പറയുന്നത് പോലെ തന്നെ ഓരോ രൂപയും എങ്ങനെ ചെലവഴിച്ചു എന്ന് കണക്ക് പറയണം എന്നാണ് ഇസ്ലാമിന്റെ തിയറി. ഇപ്പോഴത്തെ അല്ലെങ്കിൽ വീടുകള് ഭംഗി കൂട്ടുന്നത് അത് ഏഹ് ദൂരത്തിൽപ്പെടും. ഇപ്പൊ വീടുകളൊക്കെ ഭയങ്കര ആഡംബര വീടുകളല്ലേ, കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നേ. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ പറയും? കടം വാങ്ങിയിട്ട് ഭംഗി കൂട്ടാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അങ്ങനെയാണ് ഇപ്പൊ ആൾക്കാര് ചെയ്യുന്നേ. അപ്പൊ അതിനെ കുറിച്ചിട്ട്, അപ്പൊ അതൊരിക്കലും അങ്ങനെ ഒരാൾ ചെയ്തു അതൊരിക്കലും കഴിഞ്ഞാല് പാവങ്ങളും അങ്ങനെ തന്നെ ആ മോഡൽ തന്നെ ആ, വീടെടുത്ത് പോകുന്നുള്ളേ. അതെ, മത്സരമാണ് അവിടെ ശ്രമിക്കുന്നത്, മറ്റുള്ളവനെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതൊരിക്കലും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതെ, ഉള്ള അതായത് ആൾക്കാർ എടുക്കുന്നത് പോലെ സാധാരണക്കാർ ചെയ്താൽ അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അല്ലേ? അതായത് ഞാൻ ഉദാഹരണം പറയാം, നമ്മള് സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യായിരിക്കും, പക്ഷെ അത് പലരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയും പലരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം അവിടെ ഒരു മോശം ചിന്താഗതിയും, അല്ലെങ്കിൽ ഒരു ദുശീലം, അങ്ങനെ ഒരു ദുശീലം തന്നെ പറയാം, ഒരു ബാഡ് ഹാബിറ്റ് അവിടെ എന്താ പ്രൊമോട്ട് ചെയ്യാണ്. നമ്മൾ കാരണം ഒരിക്കലും ഒരാളുടെ മെന്റൽ ഹെൽത്ത് തകരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങളെ കയ്യിലുള്ളതുപോലെ എടുത്ത് നിങ്ങൾ ഭംഗിയാക്കിക്കോളൂ. ഭംഗിയാക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അതൊരു കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും ആവരുത്. മനസ്സിലായോ? ഉം ഉം. അപ്പൊ ഈ മനസ്സിലായി. ഭംഗി ആ പിന്നെ ഞാന് കടം പറഞ്ഞ ജമാലിയത്ത് എന്ന് പറയുന്നത് വൃത്തി എന്നുള്ള രൂപത്തിലാണ് കാര്യമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരുപാട് നിറങ്ങളും ഒരുപാട് നിലകളും ഒരുപാട് രൂപങ്ങളൊന്നും ഒരു ഭംഗിയിൽ പെടും എന്ന് ഒരിക്കലും എവിടെയും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുമില്ല. ഒരാൾക്ക് വീടെടുക്കണമെങ്കിൽ ഏതാൾക്കും വീടെടുക്കാം, പ്രോബ്ലം ഇല്ല. പക്ഷെ അതിന്റെ ഇന്റീരിയർ വരുമ്പോ ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ട്. അപ്പൊ അതാണ് ചോദിക്കുന്നത്.
അതായത് അത് ആവശ്യത്തിനായിരിക്കണം. അനാവശ്യമായിട്ട് ഇപ്പോ അനാവശ്യമായിട്ടാണെന്നുള്ള നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ചെലവാക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു എന്താ പറയുക രീതി. അതിന് ഇസ്ലാം നിർദ്ദേശമുള്ളത് അതാണ്. ഇസ്ലാം നമ്മൾ സൈക്കോളജിസ്റ്റുമാരാണെങ്കിലും മുസ്ലിംസ് ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും നല്ലതല്ലേ? അതെ. അതായത് ഒരിക്കലും ആ ഒരു എക്സ്ട്രാ പണം അവിടെ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വലിയ ഉപകാരമൊന്നും വരുന്നില്ലെങ്കിൽ അത് അവിടെ ചെലവാക്കാതിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ നിങ്ങൾ പഠിച്ചു നോക്കി, ഇസ്ലാമിക പണ്ഡിതന്മാരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും മഹാന്മാരാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ വീടുകളെ കുറിച്ചും അവരുടെ സൗകര്യത്തെ കുറിച്ചൊക്കെ പഠിച്ചു നോക്കുമ്പോൾ അവിടെ എവിടെയും അവർ ഇത്രയും ആഡംബരമായിട്ടുള്ള വീടുകളോ അല്ലെങ്കിൽ കൊട്ടാര സമുച്ചയങ്ങളോ നിർമ്മിച്ചതായിട്ട് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. അതിനവര് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടോ എവിടെയും കാണിക്കുന്നില്ല. അതെ അതെ. വൃത്തി നമുക്ക് ഉണ്ടായിരിക്കണം. അടിസ്ഥാന ഭംഗിയുടെ അടി സൗകര്യങ്ങള് അതെ വേണം. അതെ ഭംഗിയുടെ അടിസ്ഥാനം വൃത്തിയല്ലേ? ഞാൻ ചോദിക്കാണ്, ഭംഗി എന്ന് പറയുമ്പോൾ വൃത്തിയല്ല പ്രധാനം. വൃത്തിയുള്ളിടത്ത് നല്ല ഇതുണ്ടാവും, അതെ നമുക്കൊരു സമാധാനം ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ അതെ കാണുന്നത്, ഇപ്പോൾ ട്രെൻഡിങ് എന്ന് അതെ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ അതായത് ഞാൻ ചോദിക്കുന്നത്, ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ നല്ലൊരു ഇന്റീരിയർ ഒക്കെ ചെയ്തൊരു വീടുണ്ടാക്കി, ആ വീടിനുള്ളിലുള്ള വസ്തുക്കള് വളരെ അലിശ്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഭംഗിയുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ ഭംഗി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ചെലവും. ഉം വേറെ ഉം ആരോ ഉം. എന്തോ ചോദിക്കാൻ വന്നു. ആ ചോദിച്ചോളൂ. കടമുള്ളവര് എങ്ങനെയാണ് സ്വതക്ക ചെയ്യുക? ഇപ്പൊ അതായത് നമുക്ക് ഈ കടത്തിന്റെ കാര്യം പറയുന്നത് വെച്ചാല്, നിങ്ങളുടെ കടം സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കടം വീട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കടം വീട്ടണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്വതക്ക ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ കടം വീട്ടാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അല്ലാതെ കട ഉണ്ട് എന്നിട്ടോ അനാവശ്യമായിട്ട് ചെലവ് നടക്കുന്നുണ്ട്, എന്നാ പിന്നെ സ്വതക്കം ചെയ്യണം. മനസ്സിലായോ? ഹലോ. അതായത് കടം വീടി ആ. തീർക്കാൻ കുറെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ തീരെ സ്വതക്ക പോകാത്ത ഒരു അവസ്ഥയാവുമല്ലോ. സ്വത- സ്വതക്ക ചെയ്യേണ്ടതല്ല പറഞ്ഞത്. നിങ്ങൾ കട ഉണ്ട്, ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കടം വീടാൻ നിങ്ങൾ സ്വതക്ക ചെയ്യാനും അനാവശ്യമായി ചെലവഴിക്കുന്ന പണങ്ങളും കടം വീടാൻ വേണ്ടി ഉപയോഗിക്കുക. ഏഹ് ഓക്കെ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കടമുണ്ട്, ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പണം ദുരുപയോഗം ചെയ്യുക. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ ഓക്കെ. അങ്ങനെ കടമുള്ള ഒരാൾ അവന്റെ പണം ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ വിധി പ്രകാരം അവന്റെ ആ ഒരു വിനിമയം, ആ ഒരു പണം ഉപയോഗിക്കുന്നതിന് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പൂർവ്വം ആ പണം വാങ്ങിയിട്ട് ഈ കടക്കാരന് കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അതൊന്നും ഇപ്പോ ആ നിലവിൽ പോസിബിൾ അല്ലല്ലോ. അതെ. അല്ല, കടമുള്ള അവസ്ഥയിൽ നമുക്ക് പിന്നെ സ്വതക്ക കൊടുക്കണോണ്ട് അതായത് തെറ്റില്ലല്ലോ. കടമുള്ള സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കുക, കടമുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പണം അതായത് ധൂർത്ത അതായത് അനാവശ്യമായിട്ട് ചെലവഴിക്കാൻ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ സ്വതക്കുകയും ചെയ്യുക. ആ ആ ഓക്കെ. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഡെയിലി ട്രിപ്പ് പോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല അൽഫാമും ഉദാഹരണം പറഞ്ഞാണ്, അങ്ങനെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനും യാത്ര പോകാനും നല്ല വസ്ത്രങ്ങൾ വാങ്ങാനൊന്നും നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ സ്വതക്കുകയും ചെയ്യണം. ഓക്കെ. ഓക്കെ. മനസ്സിലായോ? നിങ്ങൾക്ക് ആ കടമുണ്ട്, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് തിരെ പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വതക്ക ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ സ്പിരിച്വൽ ആയിട്ട്, അതായത് സൂഫി മൈൻഡിലേക്കൊക്കെ പറയുമ്പോൾ കടം വാങ്ങിയിട്ട് നിങ്ങൾ സ്വതക്കണം എന്നൊക്കെ പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതൊന്നും ഒരിക്കലും അത് ധൈര്യമുള്ളവർക്ക് ചെയ്യാം. ഏഹ് അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ. ഓക്കെ. മനസ്സിലായോ? സോ അതൊക്കെയാല് നമ്മള് കൊടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? അത് ഇത്ര അതെ എമൗണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതെ കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, നമ്മുടെ വരുമാനത്തിന്റെ ഒരു 10% നമ്മൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടി പെർസെന്റേജ്. ശ്രമിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ബർക്കത്ത് എന്തായാലും ഉണ്ടാകും എന്നുള്ളത് ഗ്രന്ഥ ബർക്കത്ത് അബണ്ടൻസ് ആണോ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, നമുക്ക് അത് അനാവശ്യമായ ചെലവുകളിൽ നമ്മൾ രക്ഷപ്പെടും. അതെ. അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞല്ലോ, നമുക്ക് തന്നെ അത് ഞാൻ ഫീൽ എന്റെ ചെയ്യും അല്ലെ? അതായത് ഞാൻ എന്റെ ലൈഫിലുള്ള ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞത്, അതായത് ആശുപത്രിയിൽ പോയിട്ടുണ്ടോ ചോദിച്ചാൽ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. അതായത് ഒരു ഒരു 5 ദിവസം പനിച്ചിട്ട് അതിനു വേണ്ടി മരുന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാലോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാട് എന്താ പറയുക, മഞ്ഞ് കൊണ്ടിട്ടുണ്ട്, മഴ കൊണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് രോഗം
കാലത്തെ തൊട്ട് ഒരു സംരക്ഷണം അവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു എനിക്കിപ്പോൾ ഒരുപാട് ചെലവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഒരു കടം, ഒരു മേജർ കടം, ഒരു ലക്ഷങ്ങളാണെങ്കിലും പതിനായിരങ്ങളാണെങ്കിലും ഒരു വലിയ കടം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പല രൂപത്തിൽ എനിക്ക് പണങ്ങൾ എന്താ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര പൈസ കിട്ടിയെന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് അങ്ങനെ പറഞ്ഞതല്ലേ ഒന്നുകൂടി നല്ലത്. ഞാൻ വ്യക്തമായി പറയാത്തത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാം. എന്താ പറയുക, ഏഹ് എനിക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും രൂപ എനിക്ക് സേവിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ അതൊക്കെ കൊടുക്കുമ്പോ നമ്മൾ എന്താ നിയത്ത് വെക്കേണ്ടത്? എന്റെ പണത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി, എന്റെ പണം ശുദ്ധമാവാൻ വേണ്ടി, എന്റെ ഇത് ജീവിതത്തിൽ മോഡേൺ അള്ളാഹുവിന്റെ സൈക്കോളജിയിൽ പറയുന്നത് നമ്മളൊരു 10 രൂപ കൊടുക്കുന്നെങ്കിൽ അത് 10 ഇരട്ടിയായിട്ട് നമ്മൾ എത്ര പൈസ കൊടുക്കുന്ന 10 ഇരട്ടിയായി എന്നിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം എന്ന് ആ പറയുന്നത്. അങ്ങനെ അങ്ങനെ കൊടുത്താലും മതി. അത് റബ്ബ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, എത്ര അത് തന്നെ ഇരട്ടിപ്പിച്ച് തരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഇങ്ങനെ 10 ഇരട്ടി. അസുഖങ്ങൾ കുറയുന്നു പറയുന്നത് അത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കൊറോണ സമയത്ത് ഉം. ഒരുപാട് ആൾക്കാർക്ക് ജോലി പോയി, മരണപ്പെട്ട, അസുഖങ്ങൾ ബാധിച്ച്, അങ്ങനത്തെ പല കേസും ഉണ്ടല്ലോ. അപ്പൊ ആ അതെ. സമയത്ത് അൽഹംദുലില്ലാ ഹസ്ബൻഡ് റൂമിൽ ഇരുന്നിട്ടായാലും വർക്കൊക്കെ ചെയ്യാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ടായിന്. എന്റെ ബ്രദറും അങ്ങനെ തന്നെ ഫാർമസിയിൽ. അപ്പൊ അവര് ഏറ്റവും ജോബ് കൂടിയ ടൈമുമാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ അന്ന് മുതല് അങ്ങനെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിന്. ഇതുവരെ അങ്ങനെ മാഷാ അല്ലാ. മക്കളെ കേസിലൊക്കെ അങ്ങനെ അസുഖം വന്നിട്ട് ചെറിയ രീതിയിൽ വരും, പക്ഷെ അതങ്ങനെ ഉം. പോകുന്നുണ്ട്. നമ്മള് അസുഖം കാണുമ്പോൾ വിചാരിക്കും റബ്ബ് ഇതപ്പം മാറുക എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതങ്ങനെ എന്താ എലി പോലെ അങ്ങനെ പോകുന്നതും കാണാം. അതെ. അൽഹംദുലില്ലാ ആപത്തുകൾ തടയുന്നു പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ അത് അതെ. നിയത്ത് ചെയ്യണോ ആ സമയത്ത് ആപത്തുകൾ അതെ. തടയുന്നതിന് വേണ്ടിന്ന്? അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ള നിയത്ത് എന്തായി ആയിരിക്കുമല്ലോ സ്വതക്കൽ എന്തായാലും ഉണ്ടാവുക. അതെ. അതെ, ആ ഒരു നിയത്ത് ഉണ്ടായാൽ മതി. അതായത് നാട്ടുകാർ കാണാനും ബാക്കിയുള്ളവർ കാണണം, എല്ലാവരും എന്റെ പേര് പറയണം, ആ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവാതിരുന്നാൽ മതി. വേറെ എന്ത് ഉം. പോസിറ്റീവ് ചിന്ത വന്നാലും കുഴപ്പമില്ല. അതെ അതെ. മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു വലിയൊരു രൂപ കടമോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല, ഒരു ഹസ്ബൻഡ് പറയുന്ന അതെ. കേൾക്കാം അങ്ങനെ പൈസ വന്നേന്ന് അറിയുന്നില്ല അൽഹംദുലില്ലാ എന്ന് ഉം. പറയുന്ന കേൾക്കാം. അതെ, ഞാൻ തന്നെ അതാണ് പറഞ്ഞത്. ചോദിച്ചു, ഇത്ര പൈസ നിങ്ങൾക്ക് വേണ്ടേ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള പൈസയാ, സ്ഥലം വാങ്ങുമ്പോ ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ട പൈസയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയാ. അപ്പൊ പറയാം അതൊക്കെ ഞാൻ റെഡി ആയിക്കോളും എന്ന് അറിയാം. എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാ ചെയ്യുന്നേ. അതാണ് ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഒരു ഹ്യൂജ് എമൗണ്ട്, എന്നെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ആ പണം ഉണ്ടാക്കുന്നു. പക്ഷെ അൽഹംദുലില്ലാ 3 ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് ആ പണം ഉണ്ടാക്കാൻ വേണ്ടി വന്നുള്ളൂ. 3 ദിവസം എനിക്ക് വേണ്ടി വന്നുള്ളൂ. ആ 3 ദിവസം കൊണ്ട് ആ പണം ആ ഒരു പൈസ ഉണ്ടാക്കി ആ ഒരു എത്രയാണോ എനിക്ക് ആവശ്യമുള്ളത് അതിന്റെ ഒരു 10% മാത്രമേ എനിക്ക് കടം വാങ്ങേണ്ടി വന്നുള്ളൂ. അപ്പൊ അത്രയും ഞാന് എന്താ പറയാ അനുഗ്രഹീതനാണ്, ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത് കൊണ്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്. അപ്പോ അൽഹംദുലില്ലാ എപ്പോഴും എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും തീരൂല. അപ്പോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തല്ലോ. അപ്പൊ ആ ഒരു രൂപത്തിൽ നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അള്ളാ എന്തായാലും അതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു മെച്ചം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതിന്റെ 10 ഇരട്ടിയായിട്ട് അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാ അള്ളാ. അപ്പോ ഈ അനാവശ്യമായ ചെലവുകൾ ക്ലാസ് ഒഴിവാകും. മുമ്പൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിനോ? ഓ, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, എഴുതിയിട്ട് വെക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അത് എഴുതിയിട്ട് വെക്കണം എന്നല്ല, നമ്മുടെ രീതി എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് ഓരോ ആക്ടിവിറ്റീസ്, ഓരോ ഗ്രേറ്റ്, അതായത് നിങ്ങൾ ദിവസം പ്രധാനപ്പെട്ട നല്ല മൊമെന്റുകൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് അൽഹംദുലില്ലാ പറയുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അന്ന് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ നമ്മൾ പറയാറുണ്ട്, അത് ഓർമ്മിക്കാറുണ്ട്. പക്ഷെ അതെ. ഇപ്പൊ എഴുതുകാന്ന് കാണുന്നുണ്ടല്ലോ, അപ്പൊ അത് അതെ, എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല. എഴുതി വെച്ച് ആ, കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മയിൽ അത് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. ആ, പിന്നെ ആ. 10 ദിവസം ഒരു വീക്കെൻഡിൽ ആ ഒരു എഴുതി വെച്ച അനുഗ്രഹങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഉം, ഉം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ ഇങ്ങനെ നമ്മുടെ നാവിൽ ഉച്ചരിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ശുദ്ധമായുള്ള ഹലാലായിട്ട് സമ്പാദിക്കുക, അനാവശ്യമായിട്ട് ചെലവഴിക്കാതിരിക്കുക, കുടുംബങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മുടെ സമ്പത്തിനെ ഉപയോഗിക്കുക, അതേപോലെ തന്നെ ആവശ്യമായ രൂപത്തിൽ പണങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക,
സക്കാത്തും സദക്കയും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കൃത്യമായ പ്ലാനോട് കൂടി ആയിരിക്കണം നമ്മൾ പണം ചെലവാക്കുക. നമ്മുടെ മണി യൂസിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. കൃത്യമായി പ്ലാൻ ചെയ്യണം. ഒരിക്കലും പ്ലാനിങ്ങിനെ ഇസ്ലാം എതിർക്കുന്നില്ല. കണക്ക് കൂട്ടി കണക്ക് കൂട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജിയും പറയുന്നത്. അപ്പൊ കൃത്യമായ പ്ലാനിങ് നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ സമ്പാദ്യം, പണം എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ, നമ്മുടെ ഹൃദയത്തെയും നിയന്ത്രിക്കുന്നതിന് പകരം നമ്മുടെ ഹൃദയവും നമ്മുടെ ബുദ്ധിയും കൊണ്ട് പണത്തെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക, പണം ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവും. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നത് എന്തിനാണ്? നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ മൈൻഡ് ഓക്കെ ആവുള്ളൂ, മെന്റൽ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഹലാലായ രൂപത്തിൽ ചെലവഴിക്കാനും സമ്പാദിക്കാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ സമയം ആയിട്ടുണ്ട്, വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കിട്ടുമോ? ഇൻഷാ അള്ളാ ഞാന് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിൽ അത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാ നമുക്ക് അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള research അറിവുകൾ കിട്ടുമല്ലോ. നമ്മൾ ഈ യൂട്യൂബ് ഒക്കെ നോക്കിയാൽ ചിലതൊക്കെ മുജാഹിദിന്റെ ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ഒരാളൊന്ന് പറയും, ഒരാൾ വേറൊന്ന് പറയും. അത് എന്താ പറയാ, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ ഇൻഷാ അള്ളാ അതൊരു ഹ്യൂജ് ടോപ്പിക്കാണ്. വിശദമായിട്ട് പഠിച്ചു പറയേണ്ടതുണ്ട്. ഇൻഷാ അള്ളാ ഷെയർ ഞാൻ മാർക്കറ്റിനെ ശ്രമിക്കാം. കുറിച്ചിട്ട്, ട്രേഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അതെ, ട്രേഡിങ്, ഷെയർ മാർക്കറ്റ്, അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ മറ്റൊന്നുണ്ടല്ലോ ചെയിൻ ട്രേഡിംഗ് ഇപ്പൊ മാർക്കറ്റ്. കേട്ടതനുസരിച്ചിട്ട് കമ്പനീന്റെ ഷെയർ നമ്മൾ വാങ്ങിക്കുന്ന കൂടിയ പൈസക്ക്, കുറഞ്ഞ പൈസക്ക് വാങ്ങിക്കുക, കൂടിയ പൈസക്ക് വിൽക്കുക. അപ്പൊ അത് അതാണ് ട്രേഡിങ്. ഇതാണ്. അപ്പൊ അതെ, ഈ ബാങ്കിന്റെതൊക്കെ നമ്മള് മാക്സിമം ഒഴിവാക്കുക അല്ലെ? മാക്സിമം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് ട്രേഡ് ഒഴിവാക്കുക. ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷെയർ വാങ്ങുന്ന കമ്പനി ഹലാലായിട്ടുള്ള മാർഗത്തിലാണോ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതില് കൊടുത്ത ഇത് ഡീറ്റെയിൽസ് വെച്ച് ഇപ്പം ബാറുകള്, പിന്നെ ബാങ്കുകള്, അവരൊക്കെ മാക്സിമം ഒഴിവാക്കുക അല്ലെ? അതെ അതെ. പിന്നെ ഈ എന്താ പറയുക, ഹോസ്പിറ്റലിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഷോപ്പ് ആണെങ്കിൽ എന്തൊക്കെ അങ്ങനെ മൾട്ടി ആയിട്ട് ചിന്തിച്ചിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ, അതായത് ഞാൻ കമ്പനിയെ കുറിച്ച് ആദ്യം ഒരു മനസ്സിലാക്കിയെടുത്തോളം നോളജ് ഉണ്ടാകണം അല്ലെ? അതെ, ഒരു ബേസ് നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് ഗോൾഡ് ആണ് ഒന്നുകൂടി സേഫ് ആയി സെക്യൂർ ആയിട്ട് പണം ഗോൾഡും സേഫ് സിൽവറും ചെയ്യാൻ ഒക്കെ ഉണ്ട്. പറ്റിയ. ഗോൾഡ് സിൽവർ ഒന്നും കൂടി ബെറ്റർ ഓപ്ഷൻ ആണ്. അതെ അതെ അതായത് അവിടെ ഒരു ഹറാം എന്തായാലും വരൂലല്ലോ. അതെ അതെ. മറ്റുള്ളത് അവിടെ കമ്പനീസ് എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയില്ലല്ലോ അല്ലെ? അത് കൃത്യമായി പഠിച്ചിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അത് ഷെയർ മാർക്കറ്റിന്റെ ഈ NSE എന്നുള്ളതിലാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആ ഒരു സൈറ്റിലാണ് ഡീറ്റെയിൽസ്. പക്ഷെങ്കിൽ കമ്പനീന്റെ സെപ്പറേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വേറെ വേറെ ആപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണല്ലോ. ആ ഇനി എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹൈഡ് ചെയ്യാൻ നമ്മളൊരു കാര്യം മറച്ചു വെക്കുന്നത് ആൾക്കാർ അറിയരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ. അതെ. ഇപ്പൊ മീഷോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. മീഷോ ഇപ്പൊ ഇതിൽ വന്നിട്ടുണ്ട് ഷെയർ മാർക്കറ്റിൽ. അതിനൊക്കെ തുടക്കത്തിൽ അത് 160 രൂപയോ മറ്റോ ഉള്ളത്, അവരിപ്പോ ഇത് 200-200-ന് മേലെ പോയി. അപ്പൊ തന്നെ നല്ല, അതുപോലെ മിൽക്കി മിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ആ, തന്നെ. അപ്പൊ അതിൻ്റെത് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് സാധാരണക്കാർക്കും ഇതിൽ ചെയ്യാൻ 40 രൂപ 50 രൂപ വെച്ചിട്ടൊക്കെ ചെയ്യാന്നുള്ള നിലക്കാൻ തുടങ്ങിയത്. അപ്പൊ അതെ ഒരുപാട് അതെ ഡൗട്ട് ഉണ്ട്. ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിന് ഇതൊക്കെ പറ്റുന്നതാണോ. പക്ഷെ ഹസ്ബൻഡ് തന്നെ ഒരിക്കൽ പറഞ്ഞു, ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സിന്റെ വൈഫൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉം ചെയ്യാൻ നല്ലതാണ്, തെറ്റില്ല, മുസ്ലിംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെ അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് നമ്മള് ട്രേഡിങ്ങില് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇനി എങ്ങനെയാണ് ഉം നിങ്ങൾ കൂടി പറഞ്ഞു തരിക, അറിവുള്ളവര് പറയുമ്പോ അതെ അല്ലേ മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അള്ളാ. ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത് കുറവാണ്. അപ്പൊ അതാണ്, ആ, മുസ്ലിംസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഹലാലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ഇസ്ലാമിക് വീഡിയോസ് കിട്ടണമെങ്കിൽ അതായത് ഞാൻ പറഞ്ഞു തരാം. അതായത് അറബിയിലെ ഒരുപാട് വീഡിയോസുകളൊക്കെ ലഭ്യമായിരിക്കും, മലയാളത്തിൽ കിട്ടാൻ പ്രയാസമാണ്. അറബിയില് അറിയില്ലല്ലോ. അല്ല, അറബി വീഡിയോസ്. ഇംഗ്ലീഷുകാരതൊക്കെ ഫുള്ള് അതെ അവരെ തന്നെ ഉണ്ടാകുക. അപ്പൊ അതെ പിന്നെ അവരതാണ് കൂടുതൽ ഉള്ളത്.
ഇൻസ്റ്റയില് ഒക്കെ ആണെങ്കിലും ഇസ്ലാമിക് എക്കണോമിക്സ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സൗദി അറേബ്യ, അതേപോലെ തന്നെ നമ്മുടെ മിസ്ർ, ഈജിപ്ത്, അതേപോലെ തന്നെ സിറിയ, അങ്ങനത്തെ രാജ്യങ്ങളാണ് ഈ ഇസ്ലാമിക് എക്കണോമിക്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ആ, അപ്പൊ അതുപോലെ എന്തേലും അത് ഇപ്പൊ ആ പറഞ്ഞോളൂ. വാട്സപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ചിലപ്പോ അവര് ഡിലറ്റ് ഉണ്ടാവും, അതാണ് അവർക്ക് കിട്ടാം. ഓനിപ്പോ തീരെ കൊച്ചി കമ്മിറ്റിയിലില്ലോ. അങ്ങനെയല്ല, ഈ ഇതില് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം എന്നാല്, ഇൻഷാ അള്ളാ. അയ്യോ. ഇത് ഡെയിലി ഉണ്ടോ ക്ലാസ്? സോറി ഞാനത് ഓക്കെ. നമ്മുടെ ഫ്രീ വെബിനാറുകൾ ഓരോ വീക്കിലും ഒരു വെബിനാർ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇസ്ലാമിക് സൈക്കോളജിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മളെ ഡേ ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്നുണ്ട്, ആ ഇൻഷാ ഗ്രൂപ്പിൽ അള്ളാ. നിന്നാണ് ഞാൻ അതേപോലെ ഇതിൽ ജോയിൻ ആയത്. ഇന്ന് ഫ്രീ അത് ആയിരുന്നു, അതാ നമ്മൾ ജോയിൻ ആയത്. അൽഹംദുലില്ലാ, സന്തോഷം. ജോയിൻ ആയത് കൊണ്ട് തന്നെ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഓക്കെ സാധിച്ചു. അപ്പൊ ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും, ഇത് ആരോട് ചോദിക്കും ഇങ്ങനെ ഒരു ഡൗട്ടില് ഉണ്ടാകുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ മൾട്ടി മാർക്കറ്റിനെ കുറിച്ചും അതേപോലെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ വീഡിയോസ് അറബിയിൽ അവൈലബിൾ ആണ്. ആ വീഡിയോസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ChatGPT, ഗൂഗിൾ ജിമിനി പോലത്തെ ആപ്പുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മലയാളം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോ പഠിക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഒരു വഴി പറഞ്ഞു തന്നതാണ്. നിങ്ങൾ കിട്ടുമെങ്കിൽ എന്ന ഗ്രൂപ്പിലോ എനിക്ക് PM-ലോ ഒന്ന് ഷെയർ ചെയ്യും. നമ്മൾ ഒന്ന് രണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് കിട്ടുമല്ലോ. ഇൻഷാ അള്ളാ ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുക ഇൻഷാ അള്ളാ.